ഹായ് ഗായ്സ്, ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാഹചര്യത്തിനൊത്ത് തള്ളേണ്ട നമ്മുടെ അവസ്ഥയെക്കുറിച്ചാണ്. സാഹചര്യത്തിനൊത്ത് തള്ളണം, നിറം മാറണം, ഇങ്ങനെയൊക്കെയാണ് സർവൈവ് ചെയ്യേണ്ടത് അല്ലേ? എങ്ങനെ മീഡിയയിൽ എങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ സർവൈവ് ചെയ്യണം, ഇങ്ങനെ നല്ല പിള്ള ആവണം, എങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അതെ അതെ, ഓരോരോ നമ്മൾ ക്രൗഡിനനുസരിച്ച് ഫീഡ് ചെയ്യാന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ആക്ച്വലി ഇൻസ്പയർഡ് ഫ്രം നമ്മുടെ ജയറാമേട്ടൻ. ഇത് പുതിയ റീസെന്റ് ആയിട്ടുള്ള പുള്ളിയുടെ ഇന്റർവ്യൂസും പിന്നെ കുറച്ച് നാളായിട്ട് പുള്ളിക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളിയുടെ ഒരു ഇതിനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷെ എന്നാലും ഇത് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും നമ്മൾ എങ്ങനെ ഇടപെടണം, എങ്ങനെ നമുക്കൊരു ജയറാമേട്ടനെ എങ്ങനെ മാതൃകയായിട്ട് എങ്ങനെ നമുക്ക് മുന്നേറാം എന്നുള്ളത് ജയറാമേട്ടന്റെ അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയറാമിന്റെ ഒരു സംഭവമാണ് നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലെ ഒരു പോഡ്കാസ്റ്റ് ആണ്. അതില് ശിവാജി ഗണേശന്റെ മൂത്ത മോനുമായിട്ട് സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റില് ആരോ പേരറിഞ്ഞൂടാ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോഴതില് ഈ 2020 ഈ 5 പേര് നിൽക്കണ ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോഴും നിൽക്കാത്തതിൻ്റെ ഒരു കാര്യം അങ്ങ് എടുത്തിട്ടപ്പോൾ ഈ ഇതില് ആ ഷൂട്ടിന്റെ ടൈമില് എനിക്ക് ദീപാവലി ഫാമിലിയോട് ആഘോഷിക്കാനുണ്ടായിരുന്നു. ഒന്നീ ഇത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ദീപാവലി ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ദീപാവലി ഫാമിലിയോടെയാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ടാണ് എല്ലാരും കൂടെ ഉള്ള ഒരു സീനിൽ വരാത്തത്. അത് എങ്ങനെ പുള്ളിയുടെ നമ്മള് പറയുന്ന പോലെ നല്ലതായിട്ട് പറയും. ഈ പടം പാത്രക്ക ഈ പടത്തിൽ 4 പേരേ ഉള്ളൂ, 5ാമതായിട്ട് എന്നെ ഇവിടെ പ്ലേസ് ചെയ്തത് ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയും. ഇങ്ങനെ 2 ദിവസം ഷൂട്ട് ചെയ്ത് നിന്നു, അപ്പോൾ ഒന്നും കിട്ടിയില്ല. പിന്നെ ജോഷി സാറിനോട് ചോദിച്ചു. അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം. പിന്നെ അതിന് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം ഇതിന്റെ പഴയ ഒരു ഇന്റർവ്യൂ, പഴയ മലയാളം ഞാൻ ഈ റീല് കണ്ടപ്പോഴേ ഞാൻ പണ്ടത്തെ കണ്ടിട്ടുണ്ട്. ഈ പോർഷൻ ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട്, എപ്പോഴോ റീല് തന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഐക്കോണിക് ആയിട്ടുള്ള ഒരു സാധനമല്ലേ. പക്ഷെ ശബരിമലയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോഴിതെന്ത് പാട്, അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് എന്ത് ഫേക്കാണല്ലോ ഇത്. പണ്ടത്തെ ഒരു ഇന്റർവ്യൂല് മറ്റൊരു പുള്ളിക്ക് മലയാള ഇന്റർവ്യൂവിൽ ആങ്കർ തന്നെ അങ്ങോട്ട് ചോദിക്കും, മറ്റേ ദീപാവലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു, ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ഫോട്ടോ സെഷൻ മാറ്റി വെച്ചു എന്നൊക്കെ കേട്ടു. അപ്പൊ ഉള്ളതാണോ? അതെ ഞാനിപ്പോൾ ശബരിമല ചൂസ് ചെയ്തു. അത് മുഖത്തൊക്കെ ഒരു ഈശ്വര ഭക്തിയൊക്കെ വരും പുള്ളിക്ക്. അതിപ്പം മേട്ടൻ മാത്രമല്ല അതങ്ങനെ ഫോളോ ചെയ്തിട്ടുള്ള എല്ലാ നടന്മാരും, ഭൂരിഭാഗമുള്ള എല്ലാ നടന്മാരും, പ്രത്യേകിച്ച് ഈ പാൻ ഇന്ത്യയിൽ അഭിനയിക്കുന്ന നടന്മാർക്ക് ഇവിടെ ഇപ്പൊ കേരളത്തിൽ വരണയാണെങ്കിൽ തന്നെ ഇപ്പം അവർക്ക് കൂടുതൽ ഇഷ്ടം കരിമീന് പൊള്ളിച്ചത്, പിന്നെ പുട്ടും കടലയായിരിക്കും. പുട്ടും കടലയും ഭയങ്കര ഇഷ്ടമായിരിക്കും. പുട്ടും കടല എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരിക്കൽ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരിക്കും, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് നിൽക്കാൻ അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ഒരു PR ട്രെയിൻഡ് പോലെ അവര് ആ പെർസോണ കീപ്പ് ചെയ്യും, ആ ഒരു ഇതിലങ്ങ് പോകും. പക്ഷേ ജയറാമേട്ടനെ സംബന്ധിച്ചിടത്തോളം അത് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു പഴയ കാര്യം മറന്നുപോയി. അതവിടെ ശബരിമല എന്നുള്ള സാധനം മറന്നുപോയിട്ടാണ് ഈ തമിഴിന്റെ കൾച്ചറോട് ഇടപെട്ട് അവിടുത്തെ ആൾക്കാർ ഇപ്പൊ കൂടുതൽ തമിഴ് സിനിമകളാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോഴ് ആ ഒരു ഇഷ്ടവും ഒരു ദീപാവലി എന്ന് വെച്ചാൽ ഒരു കേരളത്തിലുള്ള ഒരാള് അവിടെ വന്നിട്ട് പറയണേ, എനിക്ക് ദീപാവലിക്ക് വേണ്ടി ഈ ഐക്കോണിക് ആയിട്ടുള്ള ഈ സൂപ്പർ സ്റ്റാറുടെ ഉള്ള എല്ലാവരും നിൽക്കുമ്പോഴും ദീപാവലിക്ക് വേണ്ടി ഞാൻ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്തു. ആരെങ്കിലും സ്പെൻഡ് ചെയ്യുമോ? ശബരിമലയാണെങ്കിൽ വീണ്ടും കൺവിൻസിങ് ആണ്. ദൈവികമായിട്ടുള്ള ഇതൊന്നും പറഞ്ഞ് ഭക്തി അത്രയും കൂടിയെന്നും പറഞ്ഞ് നമുക്ക് പറയാം. അതൊന്നും ആൾക്കാരൊന്നും ചോദ്യം ചെയ്യൂല. പക്ഷേ ഈ ഒരു ഇത് നേരത്തെയും കൂടെ കിടക്കണോണ്ട് ആൾക്കാർ ഭയങ്കര രീതിയിൽ അത് അല്ല, അത് ആ ഒരു സാധനം മാത്രമല്ല, അതില് പുള്ളിയുടെ ഒരു അപ്രോച്ച് ആണല്ലോ. മറ്റേ ശിവാജി ഗണേശന്റെ മകനാണ്. അപ്പൊ പുള്ളിക്കാരനോടുള്ള അപ്രോച്ച് മറ്റേ ഇങ്ങനത്തെ ഒരു സംഭവം, ആ ഒരു എന്താണ് വഴങ്ങി തൊഴുത് മറ്റേ ശിവാജി ഗണേശ് സൗണ്ട്, അതേ സൗണ്ട് ഒന്ന് കണ്ണടച്ചിരിക്കട്ടെ, ഒന്ന് കേക്കട്ടെ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ മറ്റേ മദർ ടങ് തമിഴാണ്.
மதர் டங்கு അമ്മ வந்து കോടമ്പക്കം അല്ലല്ലോ കുംഭകോണം. പിന്നെ അച്ഛൻ വന്ന് പാലക്കാട്. അതങ്ങനെ ആയിരിക്കും. അങ്ങനെയാണ്. അച്ഛൻ വന്ന് പാലക്കാട്. പിന്നെ മദർ ടങ്ക് തമിഴായിരിക്കും. പക്ഷെ പുള്ളി പറഞ്ഞത് ഞാൻ തമിഴിലാണ് കൂടുതൽ ഫ്ലുവൻ്റ് എന്ന് പറഞ്ഞു. മലയാളത്തിനെക്കാട്ട് കൂടുതൽ ഫ്ലുവൻ്റ് തമിഴ്, കൂടുതൽ കംഫർട്ടബിൾ തമിഴാണെന്ന്. പക്ഷേ ഞാൻ തമിഴിൽ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊരു മലയാള ചൊവ ഉണ്ട്, നല്ല രീതിയിൽ മലയാള ചൊവ ഉണ്ട്. അത്ര ഫ്ലുവൻ്റ് അല്ല ഇത്. മറ്റേ തമിഴ് വന്നപ്പോഴ് തമിഴാണെല്ലാം. തമിഴ് ജയറാം ആയി. അല്ല, പക്ഷെ പുള്ളിയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല. പണ്ട് ഏതൊരു ഈ പ്രസംഗ ഇതില് തന്നെ വന്നിട്ട് മറ്റേ പാർവതി മക്കളെല്ലാരും ഉണ്ട്. അപ്പൊ പുള്ളി പറയുക മറ്റേ എനിക്ക് പണ്ടൊരു പിഷാരടി കുട്ടി ഉണ്ടായിരുന്നു, പ്രണയം ഉണ്ടായിരുന്നു, അങ്ങനത്തെ സംഭവം ഉണ്ട്. ഇത് ഞാൻ ഈ പാർവതിയുടെ അടുത്ത് പറഞ്ഞു പോയി. അതിനുശേഷം പിന്നെ എപ്പോഴും ഇങ്ങനെ ഇതിനെ കുറിച്ച് സംസാരമുണ്ട്. അപ്പൊ പുള്ളിയുടെ സംസാരം കഴിഞ്ഞു. അതിനുശേഷം അതിന് പാർവതി എന്നല്ലേ പേര്, പാർവതി പുള്ളിക്കാരി വന്നിട്ട് ഈ കഥ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. പുള്ളിക്കാരി അപ്പൊ തന്നെ പറയും ഈ കഥ ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. നിന്ന നിപ്പിൽ ഓഡിയൻസ് ഇപ്പൊ ക്രൗഡ് എന്താണോ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള കഥകൾ അടിച്ചെടുക്കുക എന്ന് വെച്ചാൽ പുള്ളി സ്റ്റോറി ടെല്ലിങ്ങിന് അടിപൊളിയാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റോറി നല്ല കൺവിൻസിങ് ആയിട്ട് ചിലർ ഇപ്പം നടനായാലും നമ്മൾ ഒരു ഇന്റർവ്യൂവിലോ ഒരു പ്രസംഗത്തിൽ നിന്ന് നരേഷൻ നല്ലതായിരിക്കൂല. മുകേഷ് പിന്നെ ജയറാമൊക്കെ കിടിലാണ് അതിൽ. ഇപ്പം ഇത് ഞാൻ എൻ്റെ അമ്മയുടെ മാമന്റെ ബർത്ത്ഡേക്ക് പോയെന്ന് പറഞ്ഞില്ലേ, അപ്പോഴ് ഇത് എൻ്റെ അച്ഛന് സംസാരിക്കണമെന്ന് പറഞ്ഞു. സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴ് അച്ഛൻ ഒരു ചെറിയൊരു സ്റ്റാൻഡപ്പ് കോമഡി പോലെ ഒരു സാധനം ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇത് കൊടുത്തിട്ട് പറഞ്ഞ് എന്തോന്ന് സംഭവം ഞാൻ അങ്ങനെ പറയുന്നില്ല. എന്ന് വെച്ചാൽ സംഭവം ഏതോ ഒരു കോമഡി അടിച്ചു മാറ്റിയിട്ട് പറഞ്ഞതാണ്. അതിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് വെച്ചാൽ മുറ്റത്ത് ഫ്രണ്ടിൽ ഒരാള് അച്ഛൻ അകത്തിരിക്കണ്, അപ്പോഴ അമ്മ ഫ്രണ്ടിൽ മുറ്റത്തിരിക്കണം. അപ്പോഴ് ഒരാള് തിരക്കണം, നിങ്ങളെ തിരക്കണം എന്ന് പറഞ്ഞു. അപ്പോഴ് അവിടെ ചെന്ന് നോക്കിയപ്പോഴ് നിങ്ങളെ തിരക്കണം എന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോഴ് ഒരു ആക്രിക്കാരൻ പഴയ സാധനങ്ങള് ചോദിച്ചു പറഞ്ഞു. അപ്പോഴ അത് പഴയ എന്ന് വെച്ചാൽ വയസ്സായി അങ്ങനെ പഴയ സാധനങ്ങൾ അങ്ങനത്തെ രീതിയിലാണ് പ്രസന്റ് ചെയ്തത്. ഇങ്ങനെയൊന്നും അല്ല, അങ്ങനത്തെ രീതിയിലാണ് പ്രസന്റ് ചെയ്തത്. അപ്പോഴ് ഇങ്ങനെ അമ്മ ഇങ്ങനെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. വല്യമ്മ എടുത്തോട് അറിഞ്ഞിട്ട് പോലും ഞാൻ കത്തിയില്ല, ഞാൻ ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോഴും വല്യമ്മ എപ്പോ ഒന്ന് വേണേ ആർക്കും അതിലെ കുറച്ചുപേര് ചിരിച്ച് കുറച്ചുപേർക്ക് മനസ്സിലായി. അമ്മയൊക്കെ ഞാൻ ഇത് ഇപ്പൊ കേക്കണത്, ഞാൻ അങ്ങനെ പോയിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പഴയ സാധനം ഉണ്ടാന്ന് ചോദിച്ചപ്പോ അച്ഛനെ വിളിച്ചിറക്കി ആ ഒരു സാധനം. സംഭവം എന്ന് പറഞ്ഞാൽ ക്രൗഡിനനുസരിച്ച് അവന്റെ അച്ഛൻ ഒരു കഥ ചെയ്ത് പറഞ്ഞത് അത്രേ ഉള്ളൂ. അമ്മയെ കണക്ട് ചെയ്തു. പക്ഷെ അമ്മ വിചാരിച്ചു ഇതെന്തോ നടന്ന വിചാരിച്ചു. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ ജയറാമേട്ടനും ചെയ്യുന്നത്. ഒരു ക്രൗഡിനനുസരിച്ച് പുള്ളി പറയുന്നുള്ള സംഭവമാണ്. അപ്പൊ അത് ഇപ്പൊ എല്ലാരും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പുള്ളി ഇങ്ങനെ ട്രോൾ ചെയ്യാനുള്ള രീതിയിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്രയും ട്രോള് ഡിസർവ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഇത്തിരി പുള്ളി അങ്ങനെ അത്രയും ഒരു തെറ്റൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല ഈ ഒരു സംഭവത്തില്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞെന്നും പറഞ്ഞ് ഒരു നരേഷൻ ഒരു ക്രൗഡിനനുസരിച്ച് അത് മാറ്റി പറഞ്ഞെന്നും പറഞ്ഞ് അതെല്ലാവരും ചെയ്യണം തന്നെ. മീഡിയയിലുള്ള മിക്കവരും, പൊതുവെ സിനിമയിലുള്ള മിക്കവരും, പ്രത്യേകിച്ച് ഹിന്ദി സിനിമയിലൊക്കെ എല്ലാവരും ചെയ്യണം തന്നെ. ഒരു നല്ല രീതിയിൽ സൂചിപ്പിച്ചിട്ടേ നിൽക്കുള്ളൂ. കാരണം ഇതൊരു ഷോ ബിസിനസ്സും ഇത് ആൾക്കാരുടെ ഇഷ്ടം പറ്റിയാലും നമുക്ക് നിലനിൽക്കാൻ പോയി ചെയ്യുമ്പോൾ അവരെയും കൂടെ കയ്യിലെടുക്കണം. അത് നമ്മുടെ ഈ മലയാള സിനിമകള് റിയാക്ട് ചെയ്യുന്ന ഇംഗ്ലീഷുകാരന്മാരുണ്ട്, ഭയങ്കര വ്യൂസ് ആണ്. അവര് കൂതറ സാധനം കണ്ടാലും അടിപൊളിയായിരിക്കുന്നു. അല്ല, ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ നടക്കാറില്ലേ ഇത്, ഇപ്പം യൂട്യൂബിൽ തന്നെ നടക്കാറില്ലേ ആ ഒരു ഇത് ചെയ്തിട്ട് ഇപ്പം ഫാമിലിയിലൂടെ ഭയങ്കര ഭയങ്കര മാതൃകാ പുരുഷോത്തമനായിട്ട് കാണിക്കുന്നു.
പിന്നെ കൂട്ടുകാരുടെ ഭയങ്കര ഇതായിട്ട് കാണിക്കുന്നു, ആ ഒരു ഇത് നമ്മൾ കാണിക്കുന്നില്ലേ. അപ്പൊ അപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് എന്തോ ഇത് പെർഫെക്റ്റ് ലൈഫ് എന്ന് വിചാരിക്കണം. അത് ആ ഒരു കീപ്പ് ചെയ്യണതാ പുള്ളി. അതേപോലെ കീപ്പ് ചെയ്തു. ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ ഒരു സാധനം ഇട്ടു. അതിന് ഇതിനും മാത്രം ഒരു ഇത് ഡിസർവ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ ഇതാവുന്ന ഈ പുള്ളിയുടെ വിനയം ആണ് ഇച്ചിരി പ്രശ്നം തോന്നുന്നു. അത് പുള്ളിയുടെ സ്വഭാവം ഓവർ വിനയം എന്ന് പറഞ്ഞിട്ടാണ്. അയ്യോ എന്തേലൊക്കെ ചെറിയ വല്ല കൊതു അടിച്ചു എന്ന് പറഞ്ഞാ അയ്യോ. എന്നിട്ട് ഇത് മറ്റേ ഇത് തിയേറ്ററിൽ നിന്നിട്ട് അത് കണ്ടിട്ടില്ലേ? പിന്നെ അങ്ങനെ നിന്നിട്ട് ഇത്തിരി ആൾക്കാരായിട്ട് പ്രസന്റ് ചെയ്യണല്ലേ, എല്ലായിടത്തും ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ട് പണ്ട് മുതലേ അങ്ങനെ തന്നെ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു പെട്ടെന്ന് മാറിയതൊന്നും അല്ല. പക്ഷെ ഇപ്പോഴത്തെ പുതിയൊരു ലോകത്ത്, പുതിയൊരു സോഷ്യൽ മീഡിയ ലോകത്ത് ഇതൊരു കാര്യം ട്രൂ ടു വൺ സെൽഫ് എന്ന് പറയുന്നതാണല്ലോ ആൾക്കാർ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാനും ഇത് ചെയ്യാനും പറ്റുന്നത്. ഇപ്പൊ ഈ അല്ലാതെ ഈ എപ്പോഴും വിനയം എന്നുള്ള രീതിയിലാകുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരു ഫേക്ക്നെസ് തോന്നും. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പൊ പുള്ളി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ പുള്ളി കൂടുതൽ തമിഴിലല്ലേ ഫോക്കസ് ചെയ്യുന്നത്. പുള്ളി തമിഴിൽ പോയപ്പോ ദീപാവലി എന്ന് പറഞ്ഞു. പക്ഷെ അത് നേരത്തെ ഉണ്ടെന്ന് അറിഞ്ഞില്ല. അതാണ് ഈ സോഷ്യൽ മീഡിയ ഇതിന്റെയൊക്കെ പ്രശ്നം. നമ്മൾ വൺസ് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കുത്തിപ്പോക്കും. പിന്നെ ഹിപ്പോക്രസി അങ്ങനെയൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ അങ്ങ് ഇതാക്കും. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു, വനിതയുടെ ഇന്റർവ്യൂ കണ്ട. അതിൽ പറയുന്നുണ്ട് പുള്ളി 10-20 കൊല്ലം മുന്നേ എടുത്ത ഇന്റർവ്യൂ ആണ്. അപ്പം കറക്റ്റ് എവിടെയാണ് പോയെന്ന് അറിയാൻ വയ്യ. അവിടെ ഇതില് വർക്ക് ചെയ്ത ആൾക്കാരടുത്ത് ചോദിച്ചിട്ടും അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അറിയാൻ വയ്യ. അത് ഓർമ്മയൊക്കെ കാണും. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടിടത്തും ആയിരിക്കുമല്ലോ പോയത്. ഇനി വേറെ സ്ഥലം കൂടെ മൂന്നാമത്തെ സ്ഥലം. ഇത് ഇപ്പൊ ഒരിടത്ത് ഞാൻ ഇനി മാറ്റി അല്ലല്ല ഞാൻ അത് മറന്നുപോയതാണ്. ശബരിമലയിലാണ് പോയെന്ന് പറഞ്ഞാൽ അവിടെയും അത് പ്രശ്നമല്ലേ? അതെ. അല്ല, ഷോ ബിസിനസ് എന്ന് പറയുമ്പോ അതില് ഒരു യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്ന സാധനങ്ങൾ കാണാനൊന്നും പറ്റൂല എപ്പോഴും അവര്. പിന്നെ ഇതില് പണ്ട് മുതലേ ഒരു മണിയടിച്ച് സിനിമയിൽ നിൽക്കണമെങ്കിൽ മണിയടിച്ച് നിൽക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി മണിയടിച്ച് നിൽക്കുമ്പോഴും ഒരു എല്ലാവരും പ്രീതിപ്പെടുത്തിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പാടാ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പിന്നെയും പറ്റുമെന്നാണ്. പണ്ടൊക്കെ ഒരുപാട് ഒതുക്കലുകളും ഒരുപാട് ഇപ്പോഴും പാട് തന്നെ. ഈ മറ്റേ നെപ്പോ അല്ലാത്തവർക്കൊക്കെ ഭയങ്കര പാട് തന്നെ. നെപ്പോയിലുള്ളവർക്കൊക്കെയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരിക്കും. കാര്യം വേറെയും പരിപാടികൾ ഇതൊക്കെ ഉണ്ടല്ലോ, കണക്ഷൻസ് വഴി വന്നതാണല്ലോ. പക്ഷെ അല്ലാത്തവർക്കൊക്കെ പാടായിരിക്കും. ഈ ഇപ്പോ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഡെവലപ്പ് ചെയ്തൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുക എന്നുള്ളത് പാട് തന്നെയാണ്. അവരൊക്കെയാണ് കൂടുതൽ ചൂഷണത്തിനും ഇരയാവുന്നത്. അല്ല, നമ്മൾ പണ്ട് സിനിമയിൽ നമ്മൾ പെട്ടെന്ന് കാണാതെ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇപ്പം പ്രേംകുമാർ ഇല്ലേ, നമ്മൾ ടി വിയിൽ വരുമ്പോഴും പ്രേംകുമാറിന്റെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കോമഡി ടൈമിംഗ് ഉള്ള ഒരു ഭയങ്കര ഒരു ടൈമില് ജയറാമുമായിട്ടുള്ള കോമ്പിനേഷൻ മൊത്തത്തില് ഒരു ലൗഡായിട്ടൊരു മൊത്തത്തിലൊരു കിടില വരുന്നു. ഒരു ടൈമിങ്ങിലും ഒരു വേറൊരു ഇതായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് പുള്ളിയെ കാണാനില്ലായിരുന്നു. പുള്ളിയുടെ സിനിമകളും ഇല്ല. പുള്ളി അങ്ങ് പോയി. അതെന്താണെന്ന് അറിഞ്ഞൂടാ. അത് ചിലപ്പം മണിയടിച്ചിരിക്കാത്തോണ്ടായിരിക്കോ എന്താണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ആ ഒരു സംശയമുണ്ട്. പുള്ളി എന്താ പെട്ടെന്ന് എന്ന് വെച്ചാൽ അങ്ങനെ വേണമെങ്കിൽ പുള്ളിക്ക് അവിടെ സർവൈവ് ചെയ്യാന്നുള്ള ഒരു നടനാണ്. ഈ ഇപ്പൊ ശങ്കർ എന്ന് പറയുമ്പോൾ അങ്ങനെ ശങ്കർ അങ്ങനെയുള്ള ഒരു നടനല്ല. ഒരു അത്രയും ഇപ്പൊ ക്യാരക്ടർ റോളായാലും പുള്ളിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. മറ്റേ ഗോൾഡിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ഇതിനു മുമ്പ് കുറച്ച് സിനിമയിലൊക്കെ ഉള്ളത്. ഗോൾഡ് അങ്ങനത്തെ കുറച്ച് പടത്തിലൊക്കെ ബ്ലാക്ക് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പുള്ളി ഉണ്ടായിരുന്നു. അതങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സിനിമ നടന്മാർ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഒരു ടൈമില് പൃഥ്വിരാജ് ഇല്ലേ, ഒരു ടൈമില് ഒരു അപ്രഖ്യാപിത വിലക്കൊക്കെ ഉണ്ടായിരുന്ന ടൈമുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ
ഈ നിലപാടൊക്കെ ഇങ്ങനെ തുറന്നടിച്ച് പറയണോണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പൃഥ്വിരാജിനും സത്യം പറഞ്ഞ ആ ഒരു പിന്നെ കൈൻഡ് ഓഫ് നെപ്പോ ആണല്ലോ പുള്ളി. സുകുമാരന്റെ ആ ഒരു അഡ്രസ്സും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പുള്ളിക്ക് ഇപ്പൊ സർവേ ചെയ്യാൻ പറ്റുന്നത്. ചിലര് അന്ന് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഒരു ന്യൂ കമ്പറാണ് ചെയ്തിരുന്നെങ്കിൽ സർവേ ചെയ്യും എനിക്ക് തോന്നുന്നില്ല. പാടാ എന്തുമാത്രം അതെ. നമ്മൾ ആ ടൈമില് എനിക്ക് ഓർമ്മയുണ്ട് ഇന്ത്യൻ റുപ്പി തിയേറ്ററിൽ പോയപ്പോൾ ഫുള്ള് കൂവലായിരുന്നു. ഫുൾ കൂവലായിരുന്നു. നല്ല സീൻ വരുമ്പോൾ കൂവല്, തിലകം വരുമ്പോഴ് ഭയങ്കര കയ്യടി, ഭയങ്കര കൂവലായിരുന്നു. അപ്പോഴ് ഇത് വേറെ ആൾക്കാരിങ്ങനെ വന്ന് കൊട്ടേഷൻ കൊടുത്ത് കൂവിപ്പിക്കണാണെന്ന് തന്നെ ഒരു സംശയമുണ്ട്. കാരണം അത്ര കൂവലായിരുന്നടാ തിയേറ്ററിലെ പൃഥ്വിരാജിന്റെ പടം. ഈ പ്രത്യേകിച്ച് ഇന്ത്യൻ റുപ്പിയാണ് ആ ടൈമിൽ രാജപ്പൻ മാറ്റി കിട്ടിയത്. അതല്ല അല്ല ആ സമയത്ത് പീക്കായിരുന്നു, അത് ഹേറ്റ്നെസ് പീക്കായിട്ടിരുന്നത്. അത് ഈ രാജപ്പൻ എന്ന് വിളിച്ചവരൊക്കെ ഇപ്പൊ സിനിമയിലുണ്ട്. പുള്ളി മറ്റേ കമന്റ് ഒക്കെ ഇട്ടവരൊക്കെ ഇപ്പോഴും സിനിമയുണ്ട്. അല്ല ഇന്ത്യൻ റുപ്പിയൊക്കെ വന്നപ്പോഴത്തേക്ക് അത് കുറഞ്ഞു തുടങ്ങിയില്ലേ? ഇന്ത്യൻ റുപ്പി വന്നപ്പോ പീക്കായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു കുറഞ്ഞ അതൊരു നല്ല രീതിയിൽ കുറഞ്ഞ് സെറ്റ് ആയത് എനിക്ക് തോന്നുന്നു മറ്റേ അയാളും ഞാനും തമ്മിലാണ് മൊത്തത്തിൽ ആ സിനിമ ഓഡിയൻസ് ഫുള്ള് പുള്ളിയുടെ എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ മൊത്തത്തില് ഭയങ്കര ടച്ചിങ് ആണ്. അപ്പോഴേ അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു കുറച്ച് ഇതൊക്കെ കുറഞ്ഞ് ആൾക്കാർക്ക് ഒരു ഇഷ്ടമൊക്കെ തുടങ്ങിയത് അപ്പോഴൊക്കെ തന്നെ. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് മറ്റേ തിലകനൊക്കെ ആ ഒരു ടൈമില് വലിയൊരു നടന്, വലിയ മലയാള സിനിമയെ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരാളായി. അതുകൊണ്ട് പുള്ളിക്ക് അതൊരു പ്രശ്നമില്ലായിരുന്നു. അത് പുള്ളി ലെജൻഡ് ആയതുകൊണ്ട്. പക്ഷെ എന്നാലും ടൈറ്റ് ആക്കി അതൊരു മൊത്തത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിലനിന്ന് പോകും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ദ്രൻസ് ആണെങ്കിൽ പോലും ഭയങ്കര വിനയമാണ്. അത് ചില ഇതിലൊക്കെ ഇപ്പം പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർഡം വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ലെവലിലാണെങ്കിൽ പോലും പുള്ളി എപ്പോഴും ബാക്കിൽ പോയി മറ്റേ എനിക്ക് സെറ്റിൽ മാത്രമല്ല ഇപ്പൊ ഈ വലിയ ഇപ്പൊ ആരെങ്കിലും ഇത്തിരി ജയറാമോ മമ്മൂട്ടിയോ മോഹൻലാലോ അവരൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പുള്ളി എന്തോ ഭയങ്കരമായിട്ട് അങ്ങനെ ഇടിച്ചു കയറി നിൽക്കും, ഒതുങ്ങി പോകണം. അത് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ക്യാരക്ടറായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈം സോണിലുള്ള എല്ലാരും ഇങ്ങനെ അന്നൊന്നും നെപ്പോ ഒന്നും കുറവല്ലേ, അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ലല്ലോ. ആ ഒരു ഇതിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇങ്ങനെ സർവൈവൽ മോഡാണ് എല്ലാവരും. ആ ഒരു വിനയം ഇത്തിരി എല്ലാവർക്കും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എനിക്ക് ഇപ്പോഴത്തെ ആക്ടേഴ്സിനൊക്കെ കാണും, ഇപ്പോഴത്തെ ആക്ടേഴ്സിന് അങ്ങനത്തെ ഒരു നെസസിറ്റി ഉണ്ടോ? അങ്ങനെ ഒരു നെസസിറ്റി ഒന്നുമില്ല, പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇപ്പം ധ്യാൻ ശ്രീനിവാസനെയാണ് ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ ഒരു വിനയൊന്നുമല്ല, പക്ഷേ ഓപ്പൺ അപ്പ് അങ്ങ് ചെയ്യും. പിന്നെ ഒരു ഫേക്ക് ചെയ്യണായിട്ട് തോന്നുന്നില്ല. മറ്റേ ഹൃദയത്തിൽ നിന്ന് വരുന്നത് പറയുന്ന സാധാരണ ഒരാളെ പോലെയാണ് പറയുന്നത്. പിന്നെ ഒരു മറ്റേ ഒരു ഷീൽഡ് വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. അങ്ങനെ ആൾക്കാർക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ആൾക്കാർക്ക് കുറച്ചുകൂടെ അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അത് കണ്ടോണ്ടിരിക്കാനേ രസമുള്ളൂ, അങ്ങനെ ഒരു നല്ല രീതിയിൽ സംസാരിക്കണം. അങ്ങനെ ശ്രീനിവാസൻ അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ശ്രീനിവാസൻ ഇന്റർവ്യൂകളിലൊക്കെ അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ട്. പിന്നെ നമ്മളെന്തോ സംഭവമാണ്, നമ്മൾ ഇപ്പം സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കണമെന്ന് അറിയണം, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ആയിരിക്കണമെന്ന് കീപ്പ് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കുറവാണ്, എനിക്ക് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കണം. അപ്പോഴേ അങ്ങനെയുള്ളവർക്ക് ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോഴേ പേടിയായിരിക്കും. അവരത്രയും ഇന്റർവ്യൂവിലും പോഡ്കാസ്റ്റിലേക്ക് ഇരിക്കുമ്പോൾ ഇത്തിരി ഇൻസെക്യൂർ ആയിരിക്കും. കാരണം അത് എങ്ങനെ പോകുന്ന ഒറിജിനൽ പുറത്തു വരുമെന്നുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് കീപ്പ് ചെയ്യണമല്ലോ. ഇപ്പം നമ്മൾ ഫേക്ക് ആയിട്ട് നിൽക്കണം, നമുക്ക് എന്തെങ്കിലും കുറച്ച് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യൂലേ. ഇപ്പൊ ഞാനൊരു സിനിമ പ്രേമിയാണ്, ഞാൻ എല്ലാ സിനിമകളും ലോക സിനിമകളും എല്ലാം കാണുന്നുണ്ടെന്ന് ഒരു ഭയങ്കര ഒരു സിനിമ എന്തൂസിയാസ്റ്റ് എന്നുള്ള ഒരു ഇതുണ്ട്.
അപ്പോഴങ്ങനെയാണെങ്കിൽ അത് ഞാൻ കീപ്പ് ചെയ്യണ്ടേ? എനിക്കൊന്നും അറിഞ്ഞുണ്ടെങ്കിൽ അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടു. അപ്പോഴാ ഒരിത് കീപ്പ് ചെയ്ത് പറയണവർക്ക് കുറച്ച് പേടിയായിരിക്കും. അതുകൊണ്ട് അവര് അധികം അങ്ങോട്ട് ഓപ്പൺ അപ്പ് ആവൂല. പക്ഷേ പുള്ളി ഈ ശ്രീനിവാസനും ശ്രീനിവാസനും അങ്ങനെ ഒരു പേടിയാ അങ്ങനെ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പൊ നെഗറ്റീവ് വന്നാലും അവർക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നെഗറ്റീവ് വന്നാലും ഇപ്പൊ അങ്ങനെ ഒരു ക്യാമറ ഷൈനെസ്സോ അങ്ങനെ ഒരു അല്ല, എനിക്ക് തോന്നിയത് ധ്യാൻ ശ്രീനിവാസന്റെ കാര്യം, ഇപ്പൊ ശ്രീനിവാസന്റെ കാര്യത്തിലാണെങ്കിൽ പുള്ളി കോൺഫിഡൻസ് ഉണ്ട് വിത്ത് വാട്ട് ഹി ഹാസ്. പുള്ളിക്ക് എന്താണ്, പുള്ളിയുടെ കഴിവ് എന്താണെന്നുള്ളതും ബാക്കിയുള്ളവർക്കും പുള്ളിയെ ഭയങ്കര ആവശ്യമാണ്. അതുകൊണ്ട് പുള്ളി അങ്ങനെ ഒതുക്കാനും എന്തേലും പറഞ്ഞു മമ്മൂക്കേനെ എന്തൊക്കെ പറഞ്ഞു, ഐ മീൻ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുമല്ലോ. ബാക്കിയുള്ളവർക്കൊക്കെ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ, അങ്ങനത്തെ രീതിയിലാണ് ആ ബാക്കി മമ്മൂട്ടിക്ക് എന്ത് തോന്നുന്നു, കോപിക്കോ എന്ത് കോപിക്കോ ഇഷ്ടനാവും ഇനി പടത്തിൽ നിന്ന് കട്ട് ചെയ്യോ, പേടി ഇത്രയും വലിയ അങ്ങനെ. പക്ഷെ ശ്രീനിവാസന്റെ അതിൽ അങ്ങനെയൊന്നുമില്ല. അവരൊരു ജസ്റ്റ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കും. കുറ്റിയിൽ ചാണ്ടി എല്ലാം പറയുമല്ലോ. പുള്ളിയുടെ മറ്റേ വക്കീൽ കഥകൾ അതൊക്കെ പറഞ്ഞ്. പിന്നെ ഈ മറ്റേ എന്തൊരു ഫുൾ ഫിഗർ എന്റേതല്ല അത് ഇടയ്ക്ക് വെച്ച് എന്തോ മഴയത്ത് മുമ്പിൽ അത് ശ്രീനിവാസൻ തന്നെ പറയും എന്ന് വെച്ചാ മോഹൻലാലിന്റെ ഒരു കട്ടൗട്ട് വെച്ചിരിക്കുന്നു. ഇവർ രണ്ടുപേരും ഒത്തു പോകുമ്പോൾ മോഹൻലാലിന്റെ ഒരു കട്ടൗട്ട് ഒരു സിനിമയിലെ തന്നെ ഒറ്റയ്ക്കുള്ളത് വെച്ചിരിക്കുന്നു. അപ്പോൾ മഴയത്ത് മുമ്പ് സിനിമയിൽ മമ്മൂട്ടി, ശ്രീനിവാസ് അങ്ങനെ കുറച്ച് പേര് അപ്പോൾ ഇതേപോലെ ചെയ്യായിരുന്നില്ലേ അങ്ങനെ എന്തോ അറിയുന്നു എന്റെ ഫുൾ ഫിഗർ. അപ്പൊ അവർക്കിടയിൽ ആ ഒരു ആ ഊഷ്മളത ഉണ്ട്. പക്ഷെ ഇപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ കാര്യത്തിലാണെങ്കിൽ പുള്ളിക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് മോറോലെസ് അത്ര വലിയ എന്റർടൈനിങ് സംഭവമൊന്നും അല്ല. പക്ഷെ പുള്ളിയുടെ ഇന്റർവ്യൂ ഈസ് സെല്ലിംഗ് പോയിന്റ്, ധ്യാൻ ശ്രീനിവാസൻ. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. ധ്യാൻ ശ്രീനിവാസൻ കുറച്ചുകൂടെ സെല്ല് ചെയ്യുന്നതോ കുറച്ചുകൂടെ ആൾക്കാർക്ക് ആവശ്യം അതാണ്. പുള്ളിയുടെ ഇങ്ങനെ റിയൽ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് ആവശ്യം. പുള്ളി അത് കറക്റ്റായിട്ട് ഫീഡും ചെയ്യുന്നു. പിന്നെ അത് എന്റർടൈനിങ് രസമുണ്ട്, കേട്ടോണ്ടിരിക്കാനും രസമുണ്ട്. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അപാരമാണ്. അത് പറഞ്ഞു നിൽക്കാനും പറ്റൂല. അത് പുള്ളി ഇങ്ങനെ സൗമ്യനായിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിലും എന്തെങ്കിലും നമ്മള് ഇത് പല സ്ഥലത്തും ഇപ്പം നല്ല ട്രിഗറിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും തിരിച്ച് നല്ല രീതിയിൽ പറയും. നല്ല ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ല, അതില് കിടിലമാണ്. പിന്നെ ചേട്ടൻ ഇത്തിരി വിനീത് ശ്രീനിവാസൻ പിന്നെ ഒരു ചെന്നൈ പാസം പിന്നെ അങ്ങനെ എനിക്ക് തോന്നുന്നു ചെന്നൈയിലുള്ള എല്ലാവർക്കും ഇങ്ങനെ ഒരു പാസം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല അത് ഇപ്പം നമ്മള് എല്ലാരും ഇങ്ങനെ വിനയം കാണിക്കണം, എല്ലാരും ഫേക്ക് എന്നൊന്നും പറയാൻ പറ്റൂല. അവരെ സ്വഭാവവും അവരിപ്പോ വലിയൊരു ഇതായാലും ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ഒരു ഫേക്ക്നെസ് എന്നുള്ള രീതിയിലൊന്നും ആൾക്കാരൊന്നും പറയൂല. പിന്നെ വിനീത് ശ്രീനിവാസൻ എന്തെല്ലാം എത്ര പേർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ്. അല്ല ഇപ്പം ബാക്കിയുള്ളവർക്ക് ബാക്കി അസിസ്റ്റന്റിനും ഡയറക്ടേഴ്സിനും സ്വന്തം കാര്യം സിന്ദാബാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർക്കും ഭയങ്കര ഇതാ ബോണ്ടുണ്ട്. ബാക്കിയുള്ളവർക്കും ഇത്തിരി ഇഷ്ടമുണ്ട്. അവരെ പറ്റി നല്ലതൊക്കെ പറയുമ്പോൾ അതങ്ങനെ വിനയൊന്നും മറ്റേ ആർട്ടിഫിഷ്യൽ ആണെന്നും പറയാൻ പറ്റൂല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഇപ്പം സിനിമയെ എന്ന് വെച്ചാൽ ഇപ്പം മൊത്തത്തിൽ യൂട്യൂബ് അത്രയും മറ്റേ നമ്മൾ വൺ ഓൺ ക്യാമറയിൽ കഥകൾ പറയുന്നതും ഇപ്പം ശാന്തിവിള ദിനേശനാവട്ടെ മറ്റേ സിനിമയിലെ പിന്നെ ആലപ്പി അഷ്റഫ് പിന്നെ എന്തോ മാസ്റ്റർ പീസ് ആണോ അങ്ങനെ എന്തോ ഒരു മാസ്റ്റർ ബിന്നോ അങ്ങനെ ഒരു ഇതില് ഫുൾ പരദൂഷണം മാത്രമേ ഉള്ളൂ. അതില് മമ്മൂട്ടിയുടെ മമ്മൂട്ടി അങ്ങനെ ഒതുക്കി, മമ്മൂട്ടി കാറിൽ നിന്ന് ഇറക്കി വിട്ടു, അങ്ങനെ പലരും ഉണ്ട്. ജയറാമിന്റെ കാര്യമുണ്ട്, ദിലീപ്, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ആരാണോ അവരുടെ സാധനങ്ങളായിരിക്കും ഇറക്കുന്നത്. പിന്നെ മോഹൻലാലിന്റെ ഇടയ്ക്ക് വെച്ചൊരു അനിയൻ വന്നല്ലോ,
ഉണ്ടായിരുന്നു. അവരെ ഇന്റർവ്യൂ ഇങ്ങനെയാണ് റിയൽ അനിയനല്ല, മറ്റേ കസിനാ. കസിൻ മനസ്സിലായി. പിന്നെ ഇത് ന്യൂമറോളജി അത് ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞു വന്നല്ലോ. മൊത്തത്തില് ഈ പിന്നാമ്പുറ ഈ അവരെ മറ്റേ റിയൽ സ്വഭാവം അങ്ങനത്തെ ഇതാണ് സെല്ലിംഗ് പോയിന്റ്. അല്ല അപരാധം തന്നെ അല്ല, അതിപ്പം അതും ആൾക്കാർ കാണാറുണ്ട്. ഇത്രയും നടന്മാരെ ഓരോ കുറ്റങ്ങളും കുറവുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പം സിനിമയിൽ കടന്ന അത് ഞാൻ പറഞ്ഞിട്ടില്ല, മറ്റേ ടീ ചോദിക്കുന്നത് ഗോസിപ്പുകൾക്ക് എപ്പോഴും ഇതാണ്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഈ ഞാന അങ്ങനത്തെ മാഗസീൻസ് ഒക്കെ തന്നെ ഇതാണല്ലോ സെല്ലിംഗ് പോയിന്റ്. ഇപ്പം ചരിത്രമെന്നിലൂടെ ഇതില് ഒരുപാട് ഇതുണ്ടല്ലോ. ചരിത്രമെന്നിലൂടെ ഇപ്പം ഡെന്നീസ് ജോസഫിന്റെ അതിലും പിന്നാപ്പുറ കഥകളാണ്. അത് പക്ഷേ സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്ത് അങ്ങനെയാണ് പോണത്. ഇത് അങ്ങനെയല്ല, ഇതൊരു അല്ല അതിലെ പിന്നാമ്പുറ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോരുത്തരെ കുറിച്ചുള്ള ജീവചരിത്രം പറയുന്ന പോലത്തെ സാധനമാണ്. അല്ലാതെ ഇപ്പൊ ആ ഈ ഷൂട്ടിംഗ് സെറ്റിൽ ഇൻസിഡന്റ് ഒരു പെർട്ടിക്കുലർ സാധനത്തിൽ ഇപ്പം അത് എന്തുകൊണ്ട് മറ്റേ ഇവർക്കിടയിൽ സംഭവിച്ചത് എന്ത് അങ്ങനത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പം ഇതെന്ന് പറയുമ്പോൾ തംനെയിൽ ഇങ്ങനെ ആയിരിക്കും, ഒരു മഞ്ഞ കളർ തംനെയിലായിരിക്കും. ഇതില് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് ആ നടന്ന സംഭവങ്ങൾ റോ ആയിട്ട് പറഞ്ഞ് ഷെയർ ചെയ്യണ രീതിയിൽ അങ്ങ് ആൾക്കാരും അങ്ങനെ ഇത് തോന്നൂല. അങ്ങനെ ഒരു നടന്റെ അടുത്ത് ദേഷ്യം അങ്ങനെയൊന്നും തോന്നൂല. ഇത് അങ്ങനെയല്ല, അങ്ങനെയാണ് വിടുന്നത്. അതില് എനിക്ക് ഡെന്നിസ് ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ രാജാവിന്റെ മകനില് മമ്മൂട്ടിയാണ് ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ മോഹൻലാൽ എന്ന് വെച്ചാൽ മമ്മൂട്ടി ഇത് ഡേറ്റ് എടുത്തില്ല. അപ്പൊ ഡയറക്ടർ പറഞ്ഞു എന്ന് വെച്ചാ ഇവര് ഭയങ്കര കൂട്ടാ, ഇവര് ഫ്രണ്ട്സാ. ഈ ഡയറക്ടർ തമ്പി കണ്ടെന്നാണ് മമ്മൂട്ടി ഭയങ്കര ഫ്രണ്ട്സാ. അപ്പോഴ് മമ്മൂട്ടി ഇടയ്ക്ക് വെച്ച് 2 പടം എന്തോ പൊട്ടി. അതിനുശേഷം ഒരു കഥയും കൂടെ കൊണ്ടുവന്നപ്പോഴ് എടുത്തില്ല. അപ്പോഴും ഭയങ്കരമായിട്ട് ഇവർക്ക് ദേഷ്യം വന്നു. അങ്ങനെയൊക്കെ അതിൽ റോ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇവർക്ക്. അപ്പോഴ് മമ്മൂട്ടി ഇടയ്ക്ക് വെച്ച് എന്ന് വെച്ചാൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അന്ന് മമ്മൂട്ടിയുടെ അത്ര മാർക്കറ്റ് ഇല്ല. പിന്നെ ഇതൊരു കട്ടിയുള്ള ആ ടൈമിൽ ഇത്തിരി കട്ടിയുള്ള റോളും കൂടെയാണ്. അത് മോഹൻലാലിനെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോഴും ഇടയ്ക്ക് വെച്ച് ഇവർ ഇങ്ങനെ നിൽക്കുമ്പോഴും മമ്മൂട്ടി റൂമിൽ വന്നിട്ട് സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഡയലോഗ് ഇങ്ങനെ പറയുമെന്ന്, ഡയലോഗ് ഇങ്ങനെ പറയും. അപ്പോഴും ഇങ്ങനെ ഇവരിങ്ങനെ അപ്പോഴേ ഇങ്ങനെ ഡെന്നിസ് ജോസഫ് ചോദിക്കുമെന്ന്. അല്ല അവൻ ഇനി എന്ത് ഫ്രീ ആയിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞാലും വേണ്ട, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെ രസമുള്ള ഒരു കഥയാണ് ഡെന്നിസ് ജോസഫിന്റെ. പിന്നെ മറ്റേ ജോൺ പോളിന്റെ ഒക്കെ നല്ല രസമുള്ള സാധനങ്ങളായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ജയറാമിന്റെ ഒരു ഇതാണ് പറഞ്ഞത്. ജയറാമിന്റെ അല്ല, നമ്മുടെ നെസസിറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഓരോരോ ക്രൗഡിനനുസരിച്ച് നമ്മൾ പെരുമാറണം. പക്ഷെ അത് വീഡിയോയും കൂടെ ഉണ്ടെന്ന് അതും കൂടെ ആലോചിച്ചിട്ട് പണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു ഓർമ്മ അതിനെ പണ്ടേ കുഴപ്പമില്ലായിരുന്നു. ഏതെങ്കിലും ഓരോരോ മറ്റേ ആലപ്പുഴ ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കൂല. അല്ലെ മറ്റേ ഈ സ്റ്റേജിലൊക്കെ ആണെങ്കിലേ പണ്ടാണെങ്കിൽ ആലപ്പുഴ ഓരോരോ സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ഓരോരോ കഥകളൊക്കെ തള്ളിവിട്ടാൽ മതിയായിരുന്നല്ലോ. ആൾക്കാർ ഓർക്കയില്ല, ഇത് എല്ലാം ഡോക്യുമെന്റഡ് ആണ്. എനിക്ക് തോന്നുന്നു ഈ രമേശ് വിശാരടിക്ക് ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം ഒരു സ്റ്റേജ് അടിക്കുന്ന വേറെ പല സ്റ്റേജുകളിലും അടിക്കും. അപ്പൊ ഈ സാധനം ഇപ്പൊ യൂട്യൂബിലൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. ഇതല്ലേ അന്ന് കേട്ടത്. അത് ഞാൻ സുരാജിന്റെ ഒരു പരിപാടി നമ്മളവിടെ വെഞ്ഞാറമൂട്ടില് വരും ഇടയ്ക്ക് നാടകോത്സവത്തിനൊക്കെ. അപ്പൊ അവിടെ അടിക്കണ സെയിം സാധനം വേറെ പല സ്റ്റേജിലും വന്ന് അടിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് എല്ലാ സ്റ്റേജിലും പോണത്. അപ്പൊ അന്നൊന്നും ഈ ഓൺലൈൻ സാധനമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ കുഴപ്പമില്ല. അത് ആൾക്കാര് കുഴപ്പമില്ല. ഇപ്പം അവര് മറ്റേ വിറ്റോക്സ് എന്ന് പറഞ്ഞായിരുന്നു. കാരണം ഇത് ടി-വിയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ സ്ഥലത്തും ഒരേ സാധനങ്ങളൊക്കെ തന്നെ. ഒരു ക്രൗഡ് മാറിയാലേ അതിനൊരു ഇതുള്ളൂ. അല്ലാതെ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് പോയി. കാര്യം അത് പിന്നെ ഒരിക്കൽ കേട്ടിട്ടുള്ളതാണെങ്കിൽ പിന്നെ എപ്പോഴും എന്തൊക്കെ ഒന്നുകൂടെ കേൾക്കുമ്പോൾ ചിരിയും വരൂല, നമുക്ക് ഒരു രസം പോകും. അതിന്റെ ഒരു രസം പോകും. ഇപ്പൊ നാടകം ഏതാണ്ട് ഇതേപോലത്തെ ഒരു സാധനമാണ്. ഇപ്പം റെപ്പറ്റേറ്റീവ് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ വെച്ചിട്ട് റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതില് അഭിനയം അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. സ്റ്റാൻഡപ്പ് കോമഡി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ കോമഡി സാധനങ്ങളൊക്കെ ഒരു തവണ കേട്ട് ചിരിച്ചു കഴിഞ്ഞാൽ പിന്നീട് കേട്ടാൽ നമുക്ക് അത്ര സുഖം തോന്നുന്നില്ല. അതും ഒരു സ്റ്റേജ് ഇതാണ്. പക്ഷെ
വീഡിയോയിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോയി. പിന്നെ ഈ ഇപ്പം നന്മപരമായിട്ടും പിന്നെ ഈ ആൾക്കാരെ ഇഷ്ടപ്പെടുത്തണ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പൊ അതൊരു പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ഇതായിട്ട് ഇപ്പൊ നമ്മള് റഫായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് പാടാ. എന്ന് വെച്ചാൽ മൊരടനായിട്ട് നിൽക്കണവർക്കൊന്നും അങ്ങനെ ആൾക്കാർക്ക് ഒരു ലൈക്കബിലിറ്റി ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ കാണുള്ളൂ. ഇപ്പം നമ്മൾ റിയൽ ആയിട്ട് അത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തുള്ള ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് വെച്ചോ, പക്ഷേ ആൾ പാവമാണ്, ആള് പാവം, വലിയ കുഴപ്പമില്ല. പക്ഷെ ഇവര് തന്നെ ഈ സോഷ്യൽ മീഡിയക്കാർ ഈ കമന്റ് ഇടണവരും ഈ ജനങ്ങൾ തന്നെ എന്ത് മനുഷ്യനാണ് ഇത്, എന്ത് ക്രൂരനാണ്. ഇപ്പം എന്തോ യേശുദാസൊക്കെ ഒരു സെൽഫി എടുത്തില്ലെന്നും പറഞ്ഞ് ഇത്രയും വലിയ ലെജൻഡിനെയൊക്കെ ആ ഇതിലെ തന്നെ അങ്ങ് ഇത് ചെയ്യില്ലേ, മൊരടൻ അങ്ങനത്തെ രീതിയിൽ പറഞ്ഞ് അങ്ങനെ ഹേറ്റല്ലേ. അപ്പോഴേ ഇതും ഈ ഒരു നെസസിറ്റിയും കൂടെ ആണിത്, അവർക്ക് സർവൈവ് ചെയ്ത് പോണതും. അങ്ങനെ ഒരു ഇത് കാണിച്ചാലേ അവർക്ക് കോൺഫിഡന്റ് കാണുള്ളൂ. അത് ഇപ്പം മൊരടനായിട്ട് നിന്നാ, ഇപ്പം നമ്മള് റിയലായിട്ട് നിന്നാ അവര് ഭയങ്കരമായിട്ട് സ്വീകരിക്കൊന്നുമില്ല. അതിനൊരു റിസ്ക് എലമെന്റ് ഉണ്ട്. അല്ലെങ്കിൽ അത് അങ്ങനെ ഞാൻ റിയലാണ്, ഞാൻ എന്നെ ഇഷ്ടപ്പെടണവർ ഇഷ്ടപ്പെട്ടാ മതി എന്ന് നിൽക്കണം. അല്ല ഇപ്പൊ വിനായകനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് റോ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ഒപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഒരു പടം വരച്ചു. അല്ല അങ്ങനെ മറ്റേ ഷൈൻ ടോം ചാക്കോ പക്ഷെ റോ ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സാധനങ്ങൾ അഭിനയിക്കണേന്ന് തോന്നുന്നു. ചില ടൈമിൽ ഇത്തിരി ഒരു മറ്റേ ജനാലെ കൂടെ അങ്ങനെയൊക്കെ അതൊക്കെ റോ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ അപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ ഓടിയതായിരിക്കും. എന്നാലും അവിടെ ക്യാമറ ഉണ്ട്, ഇതൊക്കെ കാണിക്കുന്നൊക്കെ അറിഞ്ഞിട്ട് ഓടിയതായിരിക്കാം. എന്തോ എനിക്ക് പുള്ളിയുടെ സാധനങ്ങൾ കാണുമ്പോ ചിലപ്പോഴൊക്കെ എനിക്ക് സാധനത്തിന് വേണ്ടി കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നത് പോലെ ഉണ്ട്. പക്ഷേ ഈ കുറച്ചുകൂടെ ഈ ഇപ്പം മറ്റേ യേശുദാസ് മറ്റേ അന്ന് ഹാർഷായിട്ട് പെരുമാറിയെന്ന് പറയണ്ടേ, പക്ഷെ അത് റിയൽ സെൽഫാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറും. അല്ലാണ്ട് എല്ലാരും റിയൽ പുള്ളിക്ക് സെൽഫി ഒന്നും അങ്ങനെ താല്പര്യമില്ല. യേശുദാസിനെ പറ്റി അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, പക്ഷെ സെൽഫി അങ്ങനെ പൊതുവെ അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല. അപ്പൊ സ്വഭാവം ഇച്ചിരി പ്രശ്നമായിരിക്കും. അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ല ഇപ്പൊ എനിക്ക് തോന്നി അങ്ങനെയാണ്. ചില വീഡിയോസൊക്കെ ചിലവരെന്ന് പറഞ്ഞാൽ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന മൊമെന്റ്സിലൊക്കെ ചിലപ്പോൾ എടുത്തിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങ് ഇട്ട് കളയും. അതൊക്കെയാണ് കുറച്ച് മോശമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പൊ ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണ്, അതാണ് കാണിക്കുന്നതെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അല്ല ഇതൊക്കെ ഹ്യൂമൻ ഫ്ലോസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മനഃപൂർവ്വം കാണിക്കണമെങ്കിലല്ലേ അതിനൊരു പ്രശ്നമുണ്ട്. ചില ടൈമിൽ നമ്മൾ ഹ്യൂമൻസ് അല്ലേ, അപ്പോഴ് ഫ്ലോസ് എന്തായാലും കാണും. ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും, ചിലപ്പം അങ്ങനെ ജലസി കാണും, ചിലപ്പോൾ അങ്ങനെ ഇതൊക്കെ വരുമല്ലോ. അതൊക്കെ സ്വാഭാവികമാണ്. ഹ്യൂമൻ ഫ്ലോസ് അത് നമുക്ക് ആൾക്കാർക്ക് റോ ആയിട്ട് കാണുമ്പോൾ ഇത് ഇങ്ങനെ തോന്നും. പക്ഷെ എല്ലാവർക്കും ഉള്ള സാധനം ഇപ്പൊ നമ്മള് ബിഗ് ബോസിൽ കാണുമ്പോഴ് ബിഗ് ബോസിലും കുറെയൊക്കെ അവരുടെ റിയൽ സ്വഭാവം തന്നെ ആയിരിക്കും 100 ദിവസം കാണിക്കണം. എനിക്ക് തോന്നുന്നില്ല 100 ദിവസവും ഫേക്ക് ആയിട്ട് നിൽക്കണവരുണ്ട്. നമ്മളൊക്കെ പറയുമല്ലോ ഇപ്പം 5 ദിവസം കഴിയുമ്പോൾ നമ്മളെ തനി സ്വഭാവം വരുമെന്ന്. പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് നമുക്ക് വിശ്വസിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, എല്ലാം പഠിച്ച് സെറ്റാക്കിയിട്ടാണ് പറഞ്ഞത്. 100 ദിവസമല്ലേ ഉള്ളൂ, അത് പോണവരെ പോട്ടെന്നുള്ള രീതിയിൽ അഭിനയിച്ച് തകർക്കുന്നവരും ഉണ്ട്. പിന്നെ ഇപ്പൊ ഒട്ടുമിക്ക എല്ലാവർക്കും ഇപ്പൊ എല്ലാ പ്രാവശ്യവും വരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ എല്ലാരും ഈ പാറ്റേൺ ഒക്കെ ഏതാണ്ട് ചിലർ സെയിം അല്ലേ പിടിക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവില്ല പഠിച്ചിട്ട് അത് തന്നെ അവരത് പഠിച്ചിട്ട് ട്രെയിൻ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിലൊരു റിയാലിറ്റി എന്നുള്ള സാധനം പോയി തോന്നുന്നു. ജയറാമേട്ടന്റെ ഇതാണ് പറഞ്ഞു വന്നത്. അത് എന്താ പുള്ളി പറഞ്ഞു പോയി, അത് പക്ഷെ പൊക്കി ഇപ്പം റെഡിറ്റും എല്ലാം ഉള്ളതുകൊണ്ട് പണ്ടത്തെ സോഷ്യൽ മീഡിയ പോലെ അല്ല ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ രൂക്ഷമാണ്. അല്ല അത് ഇപ്പൊ നമ്മളെ യൂട്യൂബ് റെഡിറ്റ് മാത്രമല്ല, യൂട്യൂബ് ആണെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ജയറാമിന്റെ ഒരു സാധനമാണ് എടുക്കുന്നതെങ്കിൽ അതിനുശേഷം താഴെയുള്ള എല്ലാം റെക്കമെൻഡേഷൻ വരണ എല്ലാം ഇതേ സാധനങ്ങളായിരിക്കും. ചിലപ്പോ ഇപ്പോഴത്തെ ഇന്റർവ്യൂ ഇട്ടിട്ട് പഴയ ഇന്റർവ്യൂ കൂടെ ആ സൈഡിൽ കാണാം റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു.
അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ. എനിക്ക് തോന്നുന്നത് അതിനെ പറ്റി വലിയൊരു PR ട്രെയിൻഡ് അല്ലെന്ന് തോന്നുന്നു. അല്ല പണ്ടത്തെ പഴയ PR സെറ്റപ്പാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ശരി, മാറാണ്. അല്ല ഇപ്പൊ ഇത്തിരി രൂക്ഷ വിമർശനമല്ലേ, വലിച്ചീറി ഒട്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു. പണ്ടും ഉണ്ടായിരുന്നു FFC ഒക്കെ. FFC ഉണ്ടാകുന്ന സമയത്ത് FFCയുടെ സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഉള്ളത്. ഇപ്പൊ മറ്റേ ടേം ഒക്കെ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ടേമുകളൊക്കെ ഉണ്ട്. അത് പിന്നെ അത് വരും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു മേഖലയിലേക്ക് അതും കൂടെ മീമൊക്കെ എന്തായാലും ഉണ്ടോ. അത് പിന്നെ മീം എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എന്താ പറയാ, നമ്മുടെ എക്സിസ്റ്റൻസിനെയും കൂടെ കാണിക്കുന്ന ഒരു സാധനം കൂടെയാണ്. ഇപ്പൊ പപ്പ അതൊക്കെ ലൈഫ് ലോങ് ആയിട്ടുള്ള സംഭവം. അത് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം സുരാജ് തന്നെ മീമിൽ കൂടെ മാത്രമല്ലേ മലയാളത്തിൽ അഭിനയിക്കുന്നുള്ളൂ, അല്ലാണ്ട് അങ്ങനെ സിനിമകളൊന്നും പുള്ളി ഇപ്പോഴും അങ്ങനെ ഓർക്കണം. അത് തന്നെ മീമുകൾ, സ്റ്റിക്കറുകളൊക്കെ തന്നെ. സലീം കുമാർ എല്ലാരും ഇപ്പൊ അതും ഒരു ഇതാണ് നമ്മുടെ ഇപ്പോഴും റെലവൻസി കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ മീമിൽ വരിക എന്ന് പറയുന്നത്. അത് മോശമായി കാണണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? ജയറാമേട്ടൻ അത്ര വലിയൊരു പാതകമാണോ ചെയ്തത്? ഇത് റിയൽ ആവണോ, അതോ ഇങ്ങനെ വിനയം ആവണോ, അതോ നമ്മൾ മൊരടനാവണോ, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അല്ല, പാർട്ടണബിൾ അല്ലാത്തൊരു സാധനമാണ്. അതൊരു എറർ പറ്റിപ്പോയി. അതങ്ങനെ ഭയങ്കര രീതിയിൽ ഇത്രയും ഫേക്കാണ്. വേറൊന്നും പുള്ളി അങ്ങനെ സമൂഹത്തിന് അങ്ങനെ ദ്രോഹമൊന്നും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല വലിയ രീതിയിൽ. അല്ല, നമ്മൾ തന്നെ എന്തെല്ലാം തള്ളുകൾ കണ്ടിട്ടില്ല അല്ലേ? നമ്മൾ തന്നെ എന്തെല്ലാം ഇപ്പൊ നിങ്ങൾ കാണുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അല്ലെ, നമ്മളിപ്പോ അത്ര ജയറാമേട്ടന്റെ അത്രയും ഫേമസ് ഒന്നും അല്ല, പക്ഷെ എന്നാലും നമ്മള് എന്തെല്ലാം തള്ളുകൾ തള്ളാറുണ്ട്. ആവശ്യത്തിന് തള്ളാറുണ്ട്. ഓരോരോ സാഹചര്യത്തിൽ തള്ളാറുണ്ട്. പിന്നെ ഇത് ഡോക്യുമെന്റ് ചെയ്യാത്തോണ്ട് രക്ഷപ്പെട്ടു പോകും. സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മളും തള്ളാറുണ്ട്, നല്ല രീതിക്ക് തള്ളാറുണ്ട്. ഇപ്പൊ ഇതൊരു ചെറിയൊരു പോഡ്കാസ്റ്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. ഇപ്പോഴത്തെ ഒരു സെലിബ്രിറ്റികൾക്ക് നന്മപരങ്ങളായുള്ള സെലിബ്രിറ്റികൾ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ അത്രയും നന്മ മരങ്ങൾക്ക് ഇപ്പൊ പഴയ മാർക്കറ്റ് ഉണ്ടോ? മാർക്കറ്റ് അങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഇപ്പൊ നന്മപരങ്ങൾക്കാണ് കുറച്ച് മാർക്കറ്റ് ഇടിയുന്നത്. അതങ്ങനെ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാട്. ഉള്ളിൽ ഇച്ചിരി ഫ്രോഡെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നായാലും അത് എനിക്ക് തോന്നുന്നു കുറച്ച് ഈ ഇപ്പൊ ധ്യാൻ ശ്രീനിവാസനൊക്കെ ആ ഒരു ഇതില് ജാമ്യം എടുത്തിട്ടുണ്ട്. പുള്ളി ആദ്യമേ ഞാൻ മറ്റേ പണ്ട് ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ട്, ഇത് കഴിച്ചിട്ടുണ്ട്, മറ്റേ കഴിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ അലിമ്പനായിരുന്നു, ഇതായിരുന്നു. ഇനിയിപ്പോ ഇപ്പൊ ഒരു അലിമ്പ് കാണിച്ചാലും കുഴപ്പമില്ല, പണ്ടേ പറയാലോ. അതുപോലെ ബുദ്ധിപരമായി കാര്യങ്ങളെ ഇപ്പോ ഗൈസ് എപ്പോഴും ഇതൊരു ചെറിയൊരു പോഡ്കാസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട മൊമെന്റും കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഇടുക. ഇനി ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ബൈ.